മരീചികയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ദുഃഖം ഉണ്ടാകുന്നതിന് കാരണം എന്താണ് എന്നുള്ളതാണ്. ഒരിക്കൽ നാരദൻ വിഷ്ണു ഭഗവാന്റെ അടുത്ത്, മഹാവിഷ്ണുവിൻ്റെ അടുത്ത് പറഞ്ഞു, ഭഗവാനെ, മനുഷ്യനായി ജനിച്ചവരെല്ലാം ദുഃഖിക്കുകയാണ്. അത് വിവേകമില്ലാത്തത് കൊണ്ടും ഈശ്വരനോട് അടുത്ത് നിൽക്കാത്തത് കൊണ്ടും ഭക്തിയില്ലാത്തത് കൊണ്ടൊക്കെയാണ് മനുഷ്യരെല്ലാം ഇങ്ങനെ ദുഃഖിക്കാൻ കാരണമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ ഭഗവാനെ, അവിടുന്ന് എന്താണ് ഈ മനുഷ്യരെല്ലാം ഇങ്ങനെ ദുഃഖിക്കാൻ കാരണം എന്നൊന്ന് വ്യക്തമാക്കിയാൽ. ഭഗവാൻ അപ്പോൾ തന്നെ പറഞ്ഞു, എങ്കിൽ അങ്ങ് ഭൂമിയിലൊന്ന് പോയി മനുഷ്യനായി ഒന്ന് ജീവിച്ചു വരൂ. അപ്പോൾ അതിന് കാരണം അങ്ങയ്ക്ക് തെളിയും, അങ്ങയ്ക്ക് നേരിട്ട് അനുഭവിച്ച് അറിയുവാൻ സാധിക്കുന്നതാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ നാരദൻ പെട്ടെന്ന് തന്നെ ഭഗവാൻ എന്ത് ചെയ്തൊരു മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് വിട്ടു. യവനയുക്തനായ, സൗന്ദര്യമൊക്കെയുള്ള, ആരോഗ്യദൃഢഗാത്രനായ ഒരു മനുഷ്യനായിട്ടാണ് ഭൂമിയിൽ ചെന്നത്. അദ്ദേഹം ഇങ്ങനെ പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് ഒരു നദിയുടെ തീരത്തൂടെ സഞ്ചരിച്ചുകൊണ്ട് അതിസുന്ദരിയായ ഒരു സ്ത്രീ കുളിക്കുവാൻ വന്നു. ഈ സ്ത്രീയെ കണ്ട് മോഹിച്ച് അവളോട് വിവാഹ അഭ്യർത്ഥന, പ്രണയം തോന്നി അവളെ വിവാഹം കഴിക്കണമെന്ന താല്പര്യത്തോടു കൂടി അവളുടെ പുറകെ കൂടി. അപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ വീട്ടിൽ അച്ഛനും മറ്റുള്ളവരുമൊക്കെ ഉണ്ട്, അവർ പറയാതെ ഞാനൊന്നും ചെയ്യത്തില്ല. അങ്ങനെ അവളുടെ പുറകെ സഞ്ചരിച്ച് അവരുടെ താമസ സ്ഥലത്തെത്തി വളരെ യാചിച്ച് പ്രേമപാരവശ്യത്തോടു കൂടി തന്നെ അദ്ദേഹം അപേക്ഷിച്ചു, ഈ സ്ത്രീയെ എനിക്ക് വിവാഹം കഴിച്ച് തരിക, വിവാഹം കഴിച്ച് തന്നാൽ തരണമെന്നുള്ള അപേക്ഷ, ഇല്ലെങ്കിൽ ഞാൻ ഹൃദയം പൊട്ടി മരിക്കും എന്ന അവസ്ഥയിലാണ്. മനസ്സില്ലാ മനസ്സോടെ അവർ ഈ യുവാവിന് നല്ല തേജസ്സും ഓജസ്സും ഒക്കെ കണ്ടുകൊണ്ട് അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനല്ല എന്നുള്ളൊരു തോന്നലുമൊക്കെ വന്ന് വിവാഹം കഴിച്ചു കൊടുത്തു. ഇവർ അങ്ങനെ വിവാഹമൊക്കെ കഴിച്ച് വളരെ സന്തോഷത്തോടു കൂടി ആടിയും പാടിയും ഒക്കെ ഇവർ ആ നദീതീരത്ത് തന്നെ ഒരു ചെറിയ കുടിൽ, ഒരു ഗൃഹം നിർമ്മിച്ചു. അവിടെ അവർക്ക് 1, 2, 3 എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ കാലക്രമം കൊണ്ട് 4 കുട്ടികളുണ്ടായി. ഇവർ വളരെ സ്നേഹിച്ചും വളരെ പ്രേമപാരവശ്യത്തോടു കൂടി തന്നെയാണ് ഭാര്യ ഭർത്താക്കന്മാരാണ് കഴിയുന്നത്. ഇവളെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും ഈ യുവാവിന് ഇരിക്കാൻ സാധിക്കുകയില്ല അവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ അവൾ വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ചു പോരുന്ന കാലത്താണ് ആ നദിയിലൊരു വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി. ഈ വെള്ളപ്പൊക്കം ഉണ്ടായി ഈ കുടിലും എല്ലാം മൂടി പോയപ്പെടുന്നത്. അവർക്കൊരു തോണി ഉണ്ടായിരുന്നു. ഇവർ 4 മക്കളെയും കയറ്റി തോണിയിൽ കയറി രക്ഷപ്പെടുവാനായി നോക്കി. മുകളിൽ നിന്ന് ജലം അതിശക്തമായി ഒഴുകി വീണ്ടും വീണ്ടും കൂടിക്കൂടി വന്ന് ഇവരുടെ വഞ്ചി മറിഞ്ഞുപോയ വഞ്ചിയിൽ നിന്ന് ഈ ഓരോ കുട്ടികളെയും പിടിച്ച് ഈ മറിഞ്ഞ വഞ്ചിയിലേക്ക് കെട്ടിപ്പിടിച്ച് കിടക്കാൻ വേണ്ടി ഭാര്യയെ അതിൽ കെട്ടിപ്പിടിച്ച് കിടത്തിയിട്ട് മക്കളെ വാരിയെടുക്കാനായിട്ട് ഇയാൾ നീന്തി 2 കുട്ടികളെ പിടിച്ചുകൊണ്ടുവന്ന് അതിൽ കിടത്തിയപ്പോൾ ബാക്കി 2 കുട്ടികൾ ഒഴുകിപ്പോയി. ആ കുട്ടികളെ രക്ഷിക്കാനായി പോയപ്പോഴത്തേന് ഇതിലെ 2 കുട്ടികൾ പിടിവിട്ട് വീണ്ടും പോയി. അങ്ങനെ അദ്ദേഹം അവിടുന്ന് നീന്തി ഈ തോണിയുടെ അടുത്ത് എത്തിയപ്പോഴത്തേക്കിന് തോണി മൊത്തത്തിൽ ആ ചുഴിയിൽപ്പെട്ട് താഴ്ന്ന് ഭാര്യയും ആ ചുഴിയിൽപ്പെട്ട് പോയി. ഇദ്ദേഹം വളരെ വിഷമത്തോടുകൂടി കാറി വിവശനായി തൊട്ടടുത്തേക്ക് താണ്ട ഒരു മരത്തിലേക്ക് നീന്തി കയറി അതിൻ്റെ ശിഖരത്തിൽ നിന്നുകൊണ്ട് വളരെ വേദനയോടുകൂടി കരഞ്ഞു. ഞാൻ ഇത്രയും കാലവും ഉമ്മ വെച്ചും എടുത്തുകൊണ്ട് നടന്ന് വളർത്തിയ എൻ്റെ മക്കൾ എൻ്റെ കൺമുന്നിൽ ഇല്ലാതായിപ്പോയി. ഞാൻ ജീവന് തുല്യം എന്നേക്കാൾ കൂടുതലായി സ്നേഹിച്ച എൻ്റെ സുന്ദരിയായ ഭാര്യ
ഒരു തെറ്റും ചെയ്യാത്ത അവൾ എന്നെ വിട്ട് പിരിഞ്ഞുപോയി. അദ്ദേഹം അവിടെ നിന്ന് കരഞ്ഞു, ഹൃദയം തകർന്ന് കരഞ്ഞ്, ഇനി ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ എന്താണ് അർത്ഥം? ഇനി എനിക്കൊരു ജീവിതത്തിൻ്റെ ആവശ്യമില്ല. അദ്ദേഹം ആ കുത്തിയൊഴുകുന്ന നദിയിലേക്ക് എടുത്തു ചാടി ആത്മഹത്യ ചെയ്തു. ആ ചാടിയ ചാട്ടം നേരെ ചെന്ന് ഉയർന്നത് വൈകുണ്ഠത്തിലാണ്, ഭഗവാന്റെ അടുത്താണ്. അവിടെ എത്തിയപ്പോൾ ഭഗവാൻ ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു ഭൂമിയിലെ ജീവിതം? ഓഹോ, അതീവ ദുഷ്കരം തന്നെ, സഹിക്കുവാൻ സാധിക്കുന്നില്ല. ഭഗവാൻ പറഞ്ഞു, ഇതെല്ലാം നാരദ എൻ്റെ മായയാൽ ഞാൻ സൃഷ്ടിച്ചത് തന്നെയാണ്. ഇങ്ങനെയാണ് മനുഷ്യൻ എല്ലാ കാര്യത്തിലും ഭ്രമിക്കുകയും അതീവമായി കൊതിയോടുകൂടി പലതിനെ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അവയൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവൻ ദുഃഖത്തിന് പാത്രമായി തീരുകയും ചെയ്യും. തനിക്ക് ലഭിക്കുന്നതെല്ലാം ഇവിടെ നിന്ന് ലഭിച്ചതും അവയെല്ലാം ഇവിടെ തന്നെ ഉപേക്ഷിക്കേണ്ടി വരുമെന്നും, താൻ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ നടക്കുന്നത്, അതിനെയൊക്കെ മറ്റൊരാൾ പ്രപഞ്ചശക്തി നിയന്ത്രിക്കുന്നുണ്ടെന്നും ആ ശക്തി പോലെയേ നടക്കുകയുള്ളൂ എന്നും മുൻകൂട്ടി അറിയുന്നവന്, വിജ്ഞാനിക്ക് ഒരിക്കലും ദുഃഖത്തിന് പാത്രമാകേണ്ടി വരത്തില്ല. അല്ലാത്തവൻ സംസാര ദുഃഖത്തിൽപ്പെട്ട് ഉഴലുന്നതുമായിരിക്കും. അപ്പോൾ ശാശ്വതമായത് ഒന്ന് മാത്രമേ ഉള്ളൂ, സാക്ഷാൽ ബ്രഹ്മം മാത്രമാണെന്നും ബാക്കിയെല്ലാം നശ്വരമാണെന്നും നശിച്ചു പോകുന്ന വസ്തുക്കളാണെന്നും അറിഞ്ഞുകൊണ്ട് ഏത് നിമിഷവും അവ നഷ്ടപ്പെട്ടു പോകുമെന്നും ചിന്തിച്ചിരുന്നു കൊള്ളുക. ഇപ്രകാരമുള്ളവൻ ഒരിക്കലും ദുഃഖം തീണ്ടുകയില്ല. താമരയുടെ ഇല ജലത്തിലാണ് വസിക്കുന്നതെങ്കിലും മരണം വരെയും താമരയുടെ ഇലയിൽ ജലം പിടിക്കാറില്ല. സംസാരമാകുന്ന സാഗരത്തിലെ, ജീവിതമാകുന്ന സമുദ്രത്തിലെ താമര ഇലയായി ജീവിക്കുവാൻ സാധിക്കുന്നവർ ദുഃഖത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നതാകുന്നു. എല്ലാവരും ആ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. പുതിയ കഥകൾ ലഭിക്കുന്നതിനായിട്ട്, പുതിയ അറിവുകൾ ലഭിക്കുന്നതായിരിക്കും. ലൈക്ക് ചെയ്യാനും മറക്കരുത് എന്ന് അറിയിച്ചുകൊള്ളുന്നു. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം.